പ്രായമായി കഴിഞ്ഞാൽ പിന്നെ മാപ്പാനും ഇമ്മാനും നോക്കണ വിഷയത്തിൽ ഇപ്പൊ വലിയ തർക്കാണ്. പണ്ടത്തേക്കാൾ അത് കൂടി, മുമ്പുള്ള കാലത്തേക്കാൾ ഇപ്പൊ കൂടി വരുന്നൊരു തർക്കം എന്താണ്? നമുക്ക് പ്രായമായാൽ നമ്മെ ആര് നോക്കണം? ആരും വിചാരിക്കണ്ട ഇതൊന്നും എനിക്ക് വരൂല, കാത്തിരുന്നോളിൻ, അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. മക്കൾക്കിടയിൽ ചർച്ചയാണ്. എന്ത് അറിയോ? എനിക്ക് മാത്രമൊന്നുമല്ലല്ലോ, എൻ്റെ മാത്രം ബാപ്പിമ്മയൊന്നുമല്ലല്ലോ, എൻ്റെതും അല്ലേ. ജ്യേഷ്ഠാനുജന്മാരും മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ്, ആരാ നോക്കേണ്ടത്. അങ്ങനെ ഇവര് പ്രായമായി, മാതാപിതാക്കൾ വയോവൃദ്ധരായി, അവരെ നോക്കാൻ ആളില്ല. ഒരു മകൻ നോക്കും കുറച്ചു ദിവസം, ഇനിമ്മ അപ്പുറത്ത് പോയിന്നോ, അവൾ നോക്കിക്കഴിഞ്ഞു, ഇനി ഇപ്പുറത്ത് പോയിന്നോ. എന്താ ഞങ്ങൾക്ക് എവിടേക്കും ഇറങ്ങൊന്നും വേണ്ടേ? ഈ ഇമ്മാനും ബാപ്പാനും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കെവിടെയും ടൂറൊന്നും പോണ്ടേ? നമുക്കൊരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്നാ ചോദിക്കുന്നത്. ആര് പലപ്പോഴും മാതാപിതാക്കളെ നോക്കുന്നതിൽ നിന്ന് സ്വന്തം മക്കളെ പിന്തിരിപ്പിക്കുന്നതിൽ കയറി വരുന്ന മരുമക്കൾക്ക് പങ്കുണ്ട്. ചിന്തിക്കണം പ്രിയമുള്ളവരെ. ആൺമക്കൾക്ക് അവരുടെ മാതാപിതാക്കളോട് ബഹുമാനവും സ്നേഹവും അവരെ നോക്കാനും ഒക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോ വന്നു കയറിയ പെൺമക്കൾക്ക് തോന്നുകയാണ് നമ്മുടെ സ്വൈരം നശിക്കുകയാണ്, നിങ്ങൾ മാത്രല്ലല്ലോ മക്കളുള്ളത്, വേറുള്ളടത്തും പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അവര് നോക്കട്ടെ ഇവര് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തട്ടിക്കളിക്കുന്ന ഒരു മനസ്ഥിതി ആ ഉമ്മയും ഉപ്പയും അറിയേണ്ടി വന്നാലുള്ള ഒരു അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? ചിന്തിക്കണ്ടേ? ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താക്കന്മാരോട് പ്രേരണ നൽകുന്ന സ്ത്രീകളും ആലോചിക്കണം. അവരും സ്ത്രീകളാണ്, ഇനി അവർക്കും മക്കളുണ്ടാകും, അവരിലുമുണ്ടാകും ആൺമക്കളുണ്ടാകും. ആ ആൺമക്കളും പ്രായമായാൽ കല്യാണം കഴിക്കും. എന്റെ വീട്ടിലും മരുമക്കൾ വരും. അപ്പോൾ എന്റെ ആൺമക്കളോട് എന്നെ നോക്കണ്ട, എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ ആര് നോക്കണം? ആര് പരിചരിക്കണം? ആരാണ് അവരുടെ കാര്യം ഏറ്റെടുക്കേണ്ടത്? എന്നിങ്ങനെയുള്ള തർക്കവിതർക്കങ്ങൾ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്നവർ, വൃദ്ധസദനത്തിന് സമാനമായ നിലക്ക് സ്വന്തം വീടുകളിൽ ഇരുട്ടറ ഒരുക്കുന്നവർ, അവരെ പരിഗണിക്കാത്തവർ, അവരെ കരയിപ്പിക്കുന്നവർ, അവരുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകൾ, അതാണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ ആരാവട്ടെ, ആര് ചെയ്താലും ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും പ്രിയമുള്ളവരെ. അത്ര വിലയുണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിന്.